വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നേരെ വീട്ടിലോട്ട് പോകാം നമുക്ക്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകം എന്താ വെച്ചാൽ ഇന്ന് എൻ്റെ അമ്മൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ കുറച്ച് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊന്ന് ലോങ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഐ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ എം അതുല്യ. ഐ എം 10 years old. ഐ എം സ്റ്റഡിങ് 5th class. അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഗിഫ്റ്റ് കൊടുക്കും, പിന്നെ പായസം വെക്കൽ, അങ്ങനത്തെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ അതൊക്കെ പറയാനുള്ള കാരണം അടിയിലൊക്കെ അവരുണ്ട്, അതുകൊണ്ട് അതൊന്നും കേൾക്കാൻ പാടില്ല. ഡോറ് തന്നെ ജസ്റ്റ് അടച്ചതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ എൻ്റെ ഗിഫ്റ്റിന് വേണ്ടിയുള്ള എല്ലാ സംഭവങ്ങളും റെഡി ആക്കിയിട്ടുണ്ട്. അമ്മ അടിയിലുള്ളതുകൊണ്ട് കേൾക്കെന്ന് വിചാരിച്ചിട്ട് പതുക്കെ പറയുന്ന കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഗിഫ്റ്റ് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഗിഫ്റ്റൊക്കെ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഗിഫ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും ഗിഫ്റ്റ് നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ. സെക്കൻഡ് വൺ ഒരു ഗ്രീറ്റിംഗ് കാർഡാണ്, നല്ലൊരു ഗ്രീറ്റിംഗ് കാർഡ്. പിന്നെ ഒരു പോക്കറ്റാണ്. ആ പോക്കറ്റിൽ ഞാൻ ഇങ്ങനത്തെ 2 മിഠായി വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെ കൊടുക്കും. എങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ എടുക്കുമ്പോൾ നല്ല രസമുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഗിഫ്റ്റ്. ഞാൻ എന്തായാലും പോയി കൊടുക്കട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു. അപ്പോൾ ഗൈസ്, എൻ്റെ അമ്മേൻ്റെ ബർത്ത്ഡേ ഉണ്ട്. ഫസ്റ്റത്തെ ഗിഫ്റ്റൊക്കെ ഞാൻ കൊടുത്തു, രണ്ടാമത്തെ ഒരു ഗിഫ്റ്റ് സെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ അത് പാക്ക് ചെയ്യുന്ന വീഡിയോ എന്തായാലും കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതൊക്കെ പറയുന്നത് സൗണ്ട് കുറച്ച് കുറവാവും. അത് അടിയിൽ അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ ഇപ്പോൾ റൂമിലാവും, എന്നാലും എങ്ങനെയെങ്കിലും കേട്ടാലോ അപ്പോൾ സർപ്രൈസുകൾ പൊളിയും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പതുക്കെയാണ് പറയണത്. അപ്പോൾ എന്തായാലും നമുക്ക് ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്യാം. ഫസ്റ്റത്തെ ഗിഫ്റ്റൊക്കെ ഞാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് പാക്ക് ചെയ്യാം. ഒരു ബോക്സിലാണ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നത്. എന്നാലും നമുക്ക് എന്തായാലും പാക്ക് ചെയ്യാം. അതെ, ഒരു പെൻ വയ്ക്കുന്നുണ്ട് ആദ്യം. ഇതൊരു ഗ്രീനാണ് കേട്ടോ. അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പെന്ന്, ഗ്രീനൊക്കെ. പിന്നെ ഒരു സ്കെച്ചാണ്, ഒരു മാർക്കർ പോലത്തെ സ്കെച്ച് തന്നെയാണ് കേട്ടോ. പിന്നെ 2 ബണ്ണാണ്, 2 വെച്ചെടുക്കുന്നുണ്ട്. ഇനിയുള്ള സാധനങ്ങൾ ഫുള്ളും നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ അതിൽ നേരെ അപ്പോൾ ഞാനിതിലേക്കൊരു കാർഡ് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്കിതിൽ എന്താ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിത് ഈ വൈറ്റ് പേപ്പർ കൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു യെല്ലോ സ്കെച്ച് എടുത്തിട്ടുണ്ട്. അതിട്ട് ഇതേപോലെ ഇങ്ങനത്തെ ലൈൻസൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. ഇങ്ങനത്തെ ബോർഡറിൻ്റെ ഡിസൈൻസൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ബോർഡർ വരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ഈ സൈഡിലും വരച്ചെടുക്കണം. അപ്പോൾ ഈ സൈഡിൽ ഞാൻ അതേപോലെ വരച്ചെടുത്തു. എന്നിട്ടൊന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസിഷൻ ചെയ്ത് നോക്കിയതാണ്, പക്ഷേ അത് പാളിപ്പോയി. എന്തായാലും കുഴപ്പമില്ല. നമ്മളിഞ്ഞ് റെഡല്ല ബ്ലാക്ക് സ്കെച്ച് ആയിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാനിതേ ബ്ലാക്ക് സ്കെച്ച് എടുത്തിട്ട് ആ ഒരു യെല്ലോവിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ആ എഴുത്തും ഒക്കെ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേപോലെയാണുള്ളത്. പിന്നെ അതിലേക്കൊരു സ്റ്റിക്കി നോട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ ബർത്ത്ഡേൻ്റെ മന്തും ഡേറ്റും എഴുതി കൊടുത്തു. അതിനും ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ബോർഡർ വെച്ചെടുത്തു. പിന്നെ ഞാൻ ഒരു കവായി സ്റ്റിക്കർ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് തിളങ്ങുന്ന ഒരു ടൈപ്പുള്ള കവായി സ്റ്റിക്കറാണ്. അത് എവിടെ ഒട്ടിക്കുന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. പിന്നെ ഞാനതെടുത്ത് ആ ഒരു മന്ത് എഴുതി അവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മളെ കാർഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ബർത്ത്ഡേ കാർഡ്. ഫസ്റ്റത്തെ ഗിഫ്റ്റൊക്കെ ഞാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാ ബോക്സിലേക്ക് വെച്ചെടുത്തു. ഇത് അവസാനം വരെ കാണുകയാണെങ്കിൽ എന്തായാലും മനസ്സിലാവും. ഇത് ഞാൻ വേറെ പെട്ടിയിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു പാളിപ്പോയ ഐറ്റമാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ഞാൻ യൂട്യൂബിൽ പാർട്ടി പോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ 2 ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനത്തെ 2 ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ തന്നെ ഡബിൾ സൈഡ് അല്ല സെല്ലോ ടൈപ്പ് എന്തെങ്കിലും കൊട്ടിച്ച് ഇങ്ങനെ സെറ്റാക്കണം. ഞാൻ അപ്പോൾ എന്തായാലും എനിക്ക് ഉറപ്പായിരുന്നത് പാളും, കാരണം അതത്ര എനിക്കൊരു വശമില്ലാത്തൊരു ടൈപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ സെല്ലോ ടൈപ്പ് ഒട്ടിച്ചില്ല. ഇതായിട്ട് ഇങ്ങനെ ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ കാർഡ്ബോർഡും ഇങ്ങനത്തെ കാർഡ്ബോർഡൊക്കെ എടുത്തത്. എന്നിട്ട് ഇങ്ങനെ റബ്ബർ ബാൻഡ് എടുത്ത് ഇങ്ങനെ നിവർത്തുന്നതായിരുന്നു.
ഞാൻ നിവർത്തിയതൊക്കെ ശരിയായി, പക്ഷേ അതങ്ങ് പാളിപ്പോയി. ഇതിങ്ങനെ ഇതേപോലെ നിവർത്തിയിട്ട് നമ്മളിങ്ങനെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഇങ്ങനെയാവും. അപ്പോൾ എന്തായാലും അത് പാളിപ്പോയി. അപ്പോൾ ഗൈസ്, ഞാനിതേ വൈകുന്നേരം ഒരു ഈവനിങ് ടൈമിൽ, ഈവനിങ് എന്ന് വെച്ചാൽ ഒരു 7 മണി ആ സമയത്ത് രണ്ടാമത്തെ ഗിഫ്റ്റ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി പണി ഉണ്ടെങ്കിലും. അപ്പോൾ അതിനെന്തൊക്കെയാണെന്ന് ചെയ്യാൻ നമുക്ക് നോക്കാം. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദേ ഒരു 5:45 ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് പിന്നെയും സാധനങ്ങളൊക്കെ റെഡിയാക്കാൻ വന്നതാണ്. അടിയിൽ അവരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക, അടിച്ചു വരാ പണിയിലൊക്കെയാണ്. അമ്മ അടിയിലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് കുറച്ച് പറയുന്നത്. ഇതെല്ലാ തവണ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ സൗണ്ട് കുറച്ച് പറയാൻ അതിനാണ് കാരണം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. നമുക്കെന്തായാലും ഉണ്ടാക്കാം. പിന്നെ എൻ്റെ പണിപ്പുരയുടെ സ്ഥലം, എൻ്റെ പണിപ്പുര ആകെ എന്നുവെച്ചാൽ എൻ്റെ ക്രാഫ്റ്റി ആയ ഏരിയ ഫുള്ളും ഡേർട്ടി ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ പേപ്പറും ഒരുപാട് സാധനങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ക്ലീൻ ആക്കണം. അതിന് മുന്നേ ഗിഫ്റ്റൊക്കെ സെറ്റാക്കുകയും വേണം. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഒരുപാട് റെഡി ആക്കണം. ഞാനിപ്പോൾ ഒരു ഫ്രെയിം ഉണ്ടാക്കാനൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും സെറ്റാക്കണം. അപ്പോൾ എൻ്റെ പണിപ്പുര ആദ്യം ഞാൻ കാണിച്ചു. അപ്പോൾ ഗൈസ്, എൻ്റെ പണിപ്പുരയുടെ കോല ഇതാണ്. ഞാൻ പേപ്പർ വെട്ടിയതും എല്ലാം ഇങ്ങനെയായി. ഞാൻ ലാസ്റ്റ് ഈ പെട്ടിയിലേക്കാണ് കേട്ടോ ഗിഫ്റ്റൊക്കെ മാറ്റി വെച്ചത്. അപ്പോൾ ആ പെട്ടി കൊണ്ടാണ് ഞാൻ ഗിഫ്റ്റ് കൊടുത്തത്. ഞാൻ ഇങ്ങനത്തെ ഫ്രെയിമൊക്കെ ഉണ്ടാക്കാൻ നോക്കി, പക്ഷെ ഒന്നും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഒക്കെ കൊളായി. പിന്നെ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ കത്തിക്കുന്ന ഗിഫ്റ്റ് ബോക്സ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഗിഫ്റ്റൊക്കെ കൊടുത്തു, നല്ല അടിപൊളിയായി. അപ്പോൾ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് ഇങ്ങനെയൊക്കെ ചെയ്തു. ഞാൻ ശരിക്കും ഇത് ഇങ്ങനെയല്ല ചെയ്യൽ, വേറെ കാർഡ്ബോർഡ് ഒട്ടിച്ച് അതിൻ്റെ മേലെ ഒരു കാർഡ്ബോർഡ് ഒട്ടിച്ച് അങ്ങനെയൊക്കെയാണ് ഇത് ശരിക്കും ചെയ്യാറ്. പക്ഷെ നേരെ പോയിക്കോട്ടി അങ്ങനെ ചെയ്തു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ, സീ യു.